ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വൻ പ്രതികളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് മെനക്കെട്ടാൽ അതിന് കനത്ത തിരിച്ചടിയായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക. മാത്രവുമല്ല, ജനം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വരും. SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. ആരെ ചോദ്യം ചെയ്തതിനും ഞങ്ങൾക്കാർക്കും ഭയമില്ല. ഇക്കാര്യത്തിൽ ഒരു ഭയവും ഞങ്ങൾക്കില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക് ചേരുന്നു. സലിം, ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPIM-നെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തുനിഞ്ഞിറങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കു തന്നെ പ്രതിരോധം തീർക്കുന്ന വിഷയത്തിലേക്ക് ആ പാർട്ടിക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അതിനിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അടൂർ പ്രകാശ് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒളിച്ചൊന്നും താൻ പോകില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ. അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ, ഇതുവരെ തനിക്ക് അത്തരം നോട്ടീസ് ലഭിച്ചിട്ടില്ല, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകരെ കൂടി അറിയിക്കും എന്നും അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് UDF-ലും കോൺഗ്രസിലുമൊക്കെ നടക്കുന്ന ചർച്ചകൾ? സലിം മാലിക്. ദിലീപ് കുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വരെയും CPIM നേതാക്കൾ മാത്രമായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട CPIM നേതാക്കളും LDF-ഉമായിരുന്നു പ്രതിരോധത്തിൽ. പക്ഷേ കഴിഞ്ഞ ദിവസത്തോടുകൂടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. UDF കൺവീനർ തന്നെയായ അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നതിലൂടെ കോൺഗ്രസും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതായ സ്ഥിതി വന്നു. അതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വന്ന 1 മണിക്കൂറിനുള്ളിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ആദ്യമായി ഈ അന്വേഷണ സംഘത്തിൽ CPIM-ന്റെ ഫ്രാക്ഷൻ ഉണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് പുതുതായി നിയമിക്കപ്പെട്ട ഈ അന്വേഷണ സംഘത്തിലെ 2 CIമാരെ പുതുതായി നിയോഗിച്ചിരുന്നു. അത് എന്തടിസ്ഥാനത്തിലാണ് അവരെ നിയമിച്ചത്? അവർ CPIM-ന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അവർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തവരാണ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ആദ്യം ഉയർത്തിയ പ്രതിരോധം. അതേ പ്രതിരോധം ആവർത്തിക്കുകയാണ് ഇന്ന് കോൺഗ്രസിന്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം. ആ വിധത്തിൽ അടൂർ പ്രകാശിന് പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനം. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അത്തരത്തിലുള്ളൊരു നിലപാടാണ് വ്യക്തമാക്കിയത്. CPIM-ന് വേണ്ടിയാണ്, സർക്കാരിന് വേണ്ടിയാണ് ഇപ്പോൾ SIT പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലപാടാണ് KC വേണുഗോപാൽ സ്വീകരിച്ചത്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് പരിമിതികളുണ്ട് എന്നുള്ളതാണ് KC വേണുഗോപാൽ തന്നെ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.